ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 6ാമത്തെ ചാപ്റ്റർ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, അതേപോലെ തന്നെ മുഴുവൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരള പാഠാവലി 3ാമത്തെ യൂണിറ്റിൻ്റെ മുഴുവൻ എല്ലാ ചാപ്റ്റർ 3 ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടിസ്ഥാന പാഠാവലിയിലെ പൂത്തുതിർക്കാം എന്ന പാഠഭാഗം 2ാമത്തെ യൂണിറ്റ്, അതിലെ പാഠം 1 വരയും വരിയും, അതേപോലെ തന്നെ പിന്നെ പാഠം 2 മീനും ഞാനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള പാഠാവലിയിലെ 3 പാഠം, അതായത് ഏതൊക്കെയാണ്? വയൽക്കാഴ്ചകൾ, അതിജീവനത്തിന്റെ തുടക്കം, ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മൾട്ടിപ്പിൾസ്. അപ്പോൾ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് വാട്ട് യു ഗെറ്റ് വെൻ യു മൾട്ടിപ്ലൈ ദാറ്റ് നമ്പർ ബൈ 1 2 3 4 5 6 അങ്ങനെ പോകുന്നു. അതായത് നമ്മൾ ഒരു നമ്പറിനെ 1 2 3 അങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് എന്ത് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾസ് ആർ ടൈംസ് ടേബിൾ ഓഫ് എ നമ്പർ. അപ്പോൾ ആ ടേബിൾ ആണ് ഈ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ വേർഡ്സിൽ പറയാൻ വെച്ചാൽ. എക്സാമ്പിൾ മൾട്ടിപ്പിൾസ് ഓഫ് 3. നമുക്ക് എക്സാമ്പിൾ നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? 3 6 9 12 15 18 21 24 ആണ്. അതെന്താ കാരണം? 1 × 3 3 2 × 3 6 3 × 3 9. അതായത് 1 × 2 3 4 ഇതിനോണ്ട് ഇൻറ്റു ചെയ്തതിൻ്റെ പ്രോഡക്റ്റ് ആണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 3's മൾട്ടിപ്പിൾ കം ഇൻ 3's ടേബിൾ. 3ൻ്റെ ടേബിളിലാണ് 3ൻ്റെ മൾട്ടിപ്പിൾസ് കാണുക. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 12 കിട്ടുന്നത് നമ്മൾ പെയറായിട്ട് എഴുതുക. അതായത് നമ്മളിപ്പോൾ 1 × 3 3, ഓക്കെ, അങ്ങനെ വരുമ്പോൾ 4 × 3 എന്ന് പറയുമ്പോൾ 12. ഇവിടെ 12 പെയറായിട്ട് വരുന്നത് എന്താണ്? 4ഉം 3യും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് എഴുതാം. പിന്നെ 12 പെയറായിട്ട് വരുന്നത് എന്താണ്? നമുക്ക് 2ൽ നോക്കുമ്പോൾ 2 × 6 എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2ഉം 6ഉം എഴുതാം. പിന്നെ 12 പെയറായിട്ട് വരുന്നത് 1 × 12 എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ 1 × 12 12, 2 × 6 12, 3 × 4 12. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 6 12. അപ്പം ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരും. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടർ ഓഫ് 12 എന്ന് പറയുമ്പോൾ ആ 12ൻ്റെ താഴെ ആയിരിക്കും അതിൻ്റെ നമ്പർ വരുന്നത്. 12ഉം 12ൻ്റെ താഴെ. ഓക്കെ, നിങ്ങൾ നോക്കൂ. 1 6ൻ്റെ മൾട്ടിപ്പിൾ ടേബിൾ ആണ്. 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24, 5 × 6 30. ഓക്കെ, ഇനി നമുക്ക് ഈ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 × 6 എന്ന് എഴുതാം. ഇവിടെ 6 × 2 12 എന്ന് എഴുതാം. അപ്പോൾ 18 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 18 എന്ന് എഴുതാം. പിന്നെ അതേപോലെ തന്നെ 24നെ നമുക്ക് 12 × 2, അതായത് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു 6നെ നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതി നോക്കിയാൽ എങ്ങനെ? 2 × 3 6, 4 × 3 12, 6 × 3 18, 8 × 3 24, 10 × 3 30 എന്നറിയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ 6 എന്ന് പറഞ്ഞ നമ്പർ, ഓക്കെ, 6 എന്നുള്ള നമ്പർ അതിന് 6ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 6 12 18 24 30. ഇനി 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 6ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം 3ഉം 2ഉം ആണ് 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? ആദ്യത്തേൽ 3 2 3 എഴുതാം. ഇനി ഇവിടെ നോക്കാം. 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 4. അപ്പം നമുക്ക് എന്ത് പറയാം? 2 ഈസ് എ ഫാക്ടർ ഓഫ് 4 അല്ലേ? 4 ഡിവൈഡഡ് ബൈ 2 2 ആണ്. ഇനി അതേപോലെ 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 and 3 അല്ലേ? 2ൻ്റെയും 3ൻ്റെയും ടേബിൾ നോക്കിയാൽ നമുക്ക് 6നെ കാണാം. അപ്പം നമുക്ക് 6 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 2 and 3 എന്ന് പറയാം. അപ്പം നമുക്ക് വേറൊരു രീതിയിലും പറയാം. 2 and 3 ആർ ദ 2 ഫാക്ടേഴ്സ് ഓഫ് 6. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. പേജ് നമ്പർ 85. For each multiples of given below, find the other numbers they are multiples of. Okay, multiples of 8, multiples of 10, multiples of 12. Okay, multiples of 8 നമുക്ക് നോക്കാം. 8ൻ്റെ മൾട്ടിപ്പിൾ എന്താ വരുന്നത്? 8 16 24 32 40 48. അപ്പോൾ 8നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 8നെ നമുക്ക് 2 × 4. ഓക്കെ,
2 ഇൻറ്റു 4 എന്ന് എഴുതാം. അതേപോലെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇങ്ങനെ 2 ഫോമിൽ നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് 1 ഇൻറ്റു 8 എന്ന് എഴുതാം. ഓക്കെ, 2 വെച്ച് എഴുതുമ്പോൾ 2 ഇൻറ്റു 4 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എഴുതാം. അപ്പം നമുക്ക് എന്താ എഴുതാം? 8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് 4. ഇനി അടുത്തത് all the multiples of 8 are also multiples of 2 and 4. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 2ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇപ്പം 4ൻ്റെ ഇതാ 4, പിന്നെ 8, 12, 16. ഇവിടെ നോക്കൂ, 16 ഇവിടെ ഉണ്ട് അല്ലേ. അടുത്ത മൾട്ടിപ്പിൾ ഓഫ് 10. 10ൻ്റെ മൾട്ടിപ്പിൾ എല്ലാവർക്കും അറിയാം, 10, 20, 30, 40. അപ്പം 10നെ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം? 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? all multiples of 10 are all the multiples of 2 and 5. 2ൻ്റെയും 5ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്തായിരിക്കും? 10ൻ്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. 10ൻ്റെ മൾട്ടിപ്പിൾസ് 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞത് മൾട്ടിപ്പിൾസ് ഓഫ് 12 ആണ്. 12 പറയുമ്പോൾ 12, 24, 36, 48, 60 അങ്ങനെ പോകുന്നു. 12നെ നമുക്ക് 2 ഇൻറ്റു 6 എന്ന് എഴുതാം, 3 ഇൻറ്റു 4 എന്ന് എഴുതാം, 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇങ്ങനെ 3 രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്ക് പറയാം മൾട്ടിപ്പിൾസ് ഓഫ് 12 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2, 3, 4 ആൻഡ് 6. അപ്പോൾ അതായത് നമ്മൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയാൽ അതിലെന്തുണ്ടാവും? 12 ഉണ്ടാവും അല്ലേ. 2 ഇൻറ്റു 6 12 ആണ്. ഓക്കെ, ഇനി 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയാലും അതിലും ഉണ്ടാവും. 3 ഇൻറ്റു 4 എന്താണ്? 12 ആണ്. ഇനി 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയാലും എന്തുണ്ടാവും? 12 ഉണ്ടാവും. 3 ഇൻറ്റു 4 ആണ്. 6ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയാലും 12 ഉണ്ടാവും. 6 ഇൻറ്റു 2 12 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഓൾ മൾട്ടിപ്പിൾസ് ആർ. ഇനി അടുത്തത് ട്രൂ ഓർ ഫോൾസ് എഴുതാനാണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോ is true or false. For true statement, explain why they are. For this false statement, give an example in which it is not true. Okay, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് 20 ഈക്വൽ ടു 2 ഇൻറ്റു 10. ഓക്കെ, അപ്പം 20 ഈക്വൽ ടു 2 ഇൻറ്റു 10 എന്ന് പറയുന്നത് ട്രൂ ആണ്. ബിക്കോസ് എവറി മൾട്ടിപ്പിൾസ് ഓഫ് 20 ലൈക്ക് 20, 40, 60, 80 ഈസ് ഓൾസോ ഡിവൈഡബിൾ ബൈ 10. അപ്പം 20ൻ്റെ ഏത് മൾട്ടിപ്പിളിനെയും നമുക്ക് എന്ത് ചെയ്യാം? 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം 20നെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 40നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 60നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 80നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ പറയുക? 20 ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറയുന്നത് ശരിയാണ്. ഇനി അടുത്തത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 20. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 20 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യന് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. അപ്പോൾ 15 നമ്മൾ എഴുതാന്ന് വെച്ചാൽ 15, 30, 45 അങ്ങനെ വരും. അപ്പോൾ നമ്മൾ 3ൻ്റെ ഇത് നോക്കാന്ന് വെച്ചാൽ 3, 6, 9, 12, 15 അല്ലേ. അപ്പോൾ 3ൽ എന്ത് വരുന്നുണ്ട്? 15 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അടുത്തത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. അപ്പോൾ അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 എഴുതാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് പറയുമ്പോൾ എന്താണ്? 5, 10, 15 ആണ് വരുന്നത്. പക്ഷെ 15ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 15, 13 ആണ്. അപ്പോൾ ഈ 30 ഒക്കെ ആണ്. അപ്പോൾ ഈ 5ഉം 10ഉം ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 15. അതും ശരിയാന്ന് പറയാ. അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3, 6, 9, 12, 15. ഓക്കെ, 15ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 15 ഒള്ളിയാണ്. ഈ 3, 6ഉം 9ഉം 12ഉം ഒന്നും വരുന്നില്ല. അപ്പോൾ ബിക്കോസ് 3 ഇൻറ്റു 1 ബട്ട് 3 ഇൻറ്റു 1 1 ബട്ട് 15 ഈസ് 3 ഇൻറ്റു 5. 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ബട്ട് നോട്ട് 15 എന്ന് എഴുതാം. ഇനിയിത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നുണ്ട്. അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്ന 8, 12, 14, 16 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4ൻ്റെ ടൈംസ് ടേബിൾ നമ്മൾ നോക്കിയാൽ 4 ഉണ്ട്, പിന്നെ 8 ഉണ്ട്, പിന്നെ 12 ഉണ്ട്, പക്ഷെ 14 ഇല്ല, പിന്നെ 16 ആണുള്ളത്. അപ്പോൾ ഇതിലെന്താണ് മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലാത്തത് ഏതാണ്? ആൻസർ 14 ആണ്. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനും നിങ്ങൾക്കറിയാം വിച്ച് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾക്കറിയാം അല്ലേ. 9, 10, 12, 15 ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും?
അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുക.